Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. നേരത്തെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖ വിഭാഗങ്ങൾ നമ്മുടെ ഇവിടുത്തെ അനുഭവമൊക്കെ എടുത്താൽ സർക്കാർ സമിതികളിൽ ഉണ്ടായിരുന്നില്ല. മാറ്റി നിർത്തിയ ചില ദുരനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ വിവേചനവും വേർതിരിവും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള എല്ലാ സമിതികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഹജ്ജ് കമ്മിറ്റി, മൈനോറിറ്റി കമ്മീഷൻ, വഖഫ് ബോർഡ്, ഓർഫനേജ് കൗൺസിൽ ഇവയുടെയെല്ലാം ഘടന നോക്കിയാൽ തന്നെ വ്യത്യാസം വ്യക്തമാവും. കൽപ്പിച്ചുകൂട്ടി ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചു. തമ്മിൽ ഭിന്നിപ്പിച്ച് ചിത്രീകരിക്കുന്ന ഏർപ്പാടും അവസാനിപ്പിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥിതി കൊണ്ടുവന്നു. ഏതെല്ലാം തരത്തിലാണ് ദേശീയ തലത്തിൽ വിവേചനമുണ്ടായത് എന്ന് ശ്രദ്ധിച്ചവരായിരിക്കും നിങ്ങൾ. മുത്തലാഖ് നിയമം തന്നെ എടുത്താൽ മതി. ഇതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ വിവാഹബന്ധം വേർപെടുത്തിയാൽ സിവിൽ കേസിന് പുറമെ ക്രിമിനൽ കേസ്. എന്നാൽ മറ്റു വിഭാഗങ്ങൾക്കൊന്നും അതില്ല. ഇനി പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യമെടുത്താലോ, മറ്റ് മതക്കാർ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് പൗരത്വം. എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പൗരത്വ നിഷേധം. ഇതിൽ പരം വിവേചനം വേറെ കാണാനാവൂ. ഇവിടെ മതനിരപേക്ഷത ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. വർഗീയത നമ്മുടെ നാടിന് ആപത്തെ സൃഷ്ടിക്കുകയുള്ളൂ. വർഗീയതയുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കാൻ പാടില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ അകറ്റി നിർത്താൻ കഴിയണം. ഇവിടെ രാജ്യത്തുണ്ടായ ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കാണാൻ കഴിയും. വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയത രൂപം കൊണ്ടാൽ അത് വർഗീയതയെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യൂ. ഇവിടെ ഭൂരിപക്ഷ വർഗീയത വലിയ തോതിൽ അഴിഞ്ഞാടുകയും ഒട്ടേറെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വർഗീയതയെ ഞങ്ങൾ തന്നെ നേരിട്ട് കൊള്ളാം എന്ന് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു കൂട്ടർ കണക്കാക്കി അങ്ങനെയൊരു ന്യൂനപക്ഷ വർഗീയതയ്ക്ക് രൂപം കൊടുത്താൽ അത് തീർത്തും ആത്മഹത്യാപരമായ സമീപനമായിരിക്കും. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വർഗീയതയെ എതിർക്കുന്നത് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് മാത്രമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സമൂഹമാകെ വർഗീയത എതിർക്കാൻ തയ്യാറാവണം. നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ തുരത്താനാവുകയുള്ളൂ, വർഗീയതയെ ഒറ്റപ്പെടുത്താനാവുകയുള്ളൂ. അപ്പോൾ വർഗീയതയോട്, ഏത് വർഗീയതയായാലും ഒരു തരത്തിലുള്ള മൃദു സമീപനവും സ്വീകരിച്ചു പോകാൻ സാധാരണ നിലക്ക് പാടില്ല. അത് മതനിരപേക്ഷതയ്ക്ക് ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ. അങ്ങനെ മൃദു സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള സമീപനം പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനൊരു കാലത്ത് നന്മ എന്നത് കേവലം ഒരു വാക്കായി അവശേഷിക്കാൻ പാടില്ല. ഒരു രാവും പകലും പട്ടാളത്തിന്റെ അകമ്പടിയില്ലാതെ, പോലീസിന്റെ അകമ്പടിയില്ലാതെ ജാമിയ മില്ലിയ സർവകലാശാലയ്ക്ക് ഇന്ത്യയുടെ മതേതരത്വത്തിന് കാവൽ നിന്ന
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രക്തമാണ് നമ്മുടെ സിരകളിൽ ഒഴുകേണ്ടത്. ആ പൈതൃകമാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി, സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ വൻമതിൽ, പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വൻമതിൽ. പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഈ വേദിയുടെ മഹത്വം. അതിനെ സ്പർശിക്കാൻ, അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അഭിവന്ദ്യനായ ഉസ്താദ് നടത്തിയ ഈ കേരള യാത്ര, ആ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകിയത് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എന്റെ Thank you.